ഞാൻ 2-3 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുന്നത്. അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ പിടിച്ച് ഇതുണ്ട് ഗൈസ്. ഞാൻ ബമ്പർ ഇപ്പോൾ നിലവിൽ ഊരി വെച്ചിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യാൻ കൊടുത്തിട്ടാണ്. സാധനം കിട്ടിയിട്ടുണ്ട്, ഇനി അത് ഫിറ്റാക്കണം. ബമ്പറും എന്താ പറയുക ഒന്നും കൂടെ ഒന്ന് പ്രോപ്പർലി, കഴിഞ്ഞ പ്രാവശ്യം ഫോഗ് ലാമ്പ് വെക്കേണ്ട സമയത്ത് ബമ്പർ ഊരിയ സമയത്ത് അവർ വെച്ചത് അലൈൻമെൻറ്റ് പ്രോപ്പറായില്ല, വെച്ച ഫിറ്റിംഗ് ഒന്നും. അപ്പോൾ നമ്മളൊരു സുഹൃത്തുമായിട്ടുള്ള ഒരു ഡെൻഡർ പുള്ളിക്കാരൻ നല്ല വൃത്തിക്ക് സാധനം സെറ്റാക്കി തരും. പിന്നെ പുള്ളിക്കാരത്ത് പോയിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റും ബമ്പറും ഒക്കെ ഫുള്ളൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഗൈസ് വാക്കറൗണ്ട് നോക്ക് എന്താ അവസ്ഥ എന്നൊക്കെ വേണ്ടിൻ്റെത്. ഫുൾ പൊടി എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പൊടി. ഇതൊക്കെ വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്ന എനിക്കറിയില്ല, പക്ഷേ എങ്കിലല്ലേ കാണുമ്പോൾ നല്ല പൊടി. ഇതാ ബമ്പർ ഇതാ ഗൈസ്, ഇതിൻ്റെ അടി ചെറിയ സ്ക്രാച്ച് ഇവിടെയും പൊട്ടുണ്ട്, അതും ഇനി ക്ലിയർ ആക്കണം. പിന്നെ 3 ആഴ്ച എടുക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഫംഗസൊക്കെ പിടിച്ച്. ഫുള്ള് മോൾഡ് മീൻസ് എൻ്റെ ഇതൊക്കെ ഫെയ്ഡായി പോയതേന്. ഏത് നോബൊക്കെ തിളങ്ങി വന്നിക്ക്. നോബൊക്കെ ഗിയർ നോബൊക്കെ ഉണ്ട് ഇപ്പോൾ ഫുള്ള് മൊഞ്ചായി വന്നിക്ക്. അത് ഒട്ടുന്നുണ്ട് സാധനം. മോൾഡാണ്, സൂക്ഷിച്ചൊക്കെ തരും. ഫുള്ള് മോൾഡാണ്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. 3 ആഴ്ചൻ്റെ മേലായി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട്. മിസ്മിൻ ചൊല്ലി അടിക്കുകയല്ലേ, കിട്ടും തോന്നുന്നു. ഒന്നും കൂടി പമ്പ് ചെയ്ത് നോക്കാം. ബിസ്മില്ലാ. സൂപ്പർ. ഹായ്, സ്റ്റാർട്ടാവുന്നില്ല. എല്ലാം വർക്കാവുന്നുണ്ടോ? എന്തായാലും ജംപ് സ്റ്റാർട്ട് ചെയ്യാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. ഇന്നലെ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി, വണ്ടി സ്റ്റാർട്ടായില്ല, അതവിടെ കിടന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ബാറ്ററി സ്റ്റാർട്ടാക്കണം. ഈ ഡെഡ് ബാറ്ററീനെ ഊരിയിട്ട് നമുക്ക് സെറ്റാക്കാൻ കൊടുക്കണം. അപ്പോൾ ഗായ്സ് ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ബാറ്ററി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാറ്ററി സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൊണ്ടുപോയി ഫിറ്റാക്കിയാൽ മതി. വണ്ടി സ്റ്റാർട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാറ്ററി ഏകദേശം 2019 ബാറ്ററിയാണ്. ഇത് മാറണം. കുറച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി ഒന്ന് ഡെഡായി കഴിഞ്ഞാൽ മാറണം. അതുവരെ ഓടട്ടെ. അപ്പോൾ ബാറ്ററി നമ്മൾ വെച്ചു. ബാറ്ററി വെക്കുന്നതിന് വീഡിയോ എടുത്തില്ല, ലൈക്ക് കഴിച്ച പോലെ തന്നെ തിരിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കണം. ഇനിയിപ്പോൾ അടുത്താണ് പരിപാടി. ഓയിൽ ചെക്ക് ചെയ്തു, ഓക്കെയാണ്. അതേപോലെ തന്നെ ചില്ലറ ക്ലീനിങ് ഉണ്ടായിരുന്നു, ക്ലീനാക്കി. പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞ ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റിയില്ല. ബാറ്ററീൻ്റെ ആ ഹോൾഡർ ഉണ്ടല്ലോ, വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രൂ ഒക്കെ ഫുള്ള് തുരുമ്പാണ്. തുരുമ്പ് പിടിച്ചിട്ട് ഇത് ഞാൻ സ്പാൻഡർ ഇട്ട് പിടിച്ചിട്ടും WD-40 ഒക്കെ ഇട്ടിട്ടും സാധനം വേവുന്നില്ല. പിന്നെ വെറുതെ റിസ്ക് എടുത്ത് പിന്നെ ആ ഹോൾഡറിലുണ്ട്. പിന്നെ ഞാനൊന്ന് ഉരച്ച് നല്ലോണം സാൻഡ് ഇട്ടൊന്നും പേപ്പർ ഇട്ട് ഉരച്ചിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബമ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ബാറ്ററി ഊരിയിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് ഒന്നും കൂടി സാൻഡ് ചെയ്ത് എയർ അടിച്ച് ഫുള്ള് കളഞ്ഞിട്ട് ഒരു പ്രൈമർ അതിൻ്റെ മേലെ ചെയ്യും. അപ്പം കുറച്ചും കൂടി വണ്ടി നീറ്റായി ക്ലീനായി ആ ഒരു ഭാഗം. പിന്നെ കുറച്ച് കാലത്തേക്ക് അത് നോക്കണ്ട. സോ നമുക്കിനി വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം. കുറേ കാലമായി സ്റ്റാർട്ടാക്കിയിട്ട്. അയ്യോ ഫംഗസ്. ബാറ്ററി ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും.
അതിൻ്റെ ഇടയിൽ നിന്ന് അതിൻ്റെ സെറ്റ് ഊരി. കാരണം